നിന്റെ ചിരി ഭയങ്കര കൂടുതലാണല്ലോ, നീ ഭയങ്കര ചിരിക്കാരനാണോ, നിന്റെ ചിരി നമുക്ക് നിർത്താന്ന് പറഞ്ഞിട്ട് എന്നെ നേരെ വിളിച്ചിട്ട് അപ്പോൾ ആളെ എൻ്റെ കൈ പിടിച്ച് തിരിച്ചിട്ട് നേരെ വീണ്ടും ലോക്കപ്പിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തി. വേണ്ട, നീ ഇരിക്കണ്ട, നീ നിന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാനിവിടെ നിൽക്കേണ്ട കാര്യമില്ല, ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നു. അപ്പോൾ ചെയർ തട്ടി മാറ്റി. ആ സൈഡിലൂടെ പോയ ഒരു പോലീസുകാരൻ എന്നോട് തെറി പറഞ്ഞു. എന്നെ തെറി വിളിച്ചു, നല്ല ആൾ എന്നോട് തെറി പറഞ്ഞു. എൻ്റെ വീട് കൊടുങ്ങല്ലൂരാണ്, ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ ഞെള്ളൂർ എന്നൊരു ഗ്രാമപ്രദേശമുണ്ട്. അവിടെ രാഗി എന്ന് പറയുന്നൊരു ചേച്ചിയുണ്ട്, എനിക്ക് പരിചയമുള്ള ചേച്ചിയാണ്. ആ ചേച്ചിയാണ് അവിടെ 2 പട്ടികളായിട്ടേ ഉള്ളത്. എനിക്കറിയില്ല, എണ്ണ അറിയില്ല, അത്ര വളരെ കുറവാണ്. ആ ചേച്ചിയാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഈ ചേച്ചിയുടെ അയൽവാസികളായ കുറച്ച് സ്ത്രീകളുണ്ട്. ഇവർക്ക് ആർക്കും പണ്ട് തൊട്ടേ ആനിമൽസിനോട് വലിയ താല്പര്യമില്ലാത്തവരാണ്. പട്ടിയൊക്കെ അവർ ഉപദ്രവിക്കുന്ന, കല്ലെടുത്തെറിയുന്നു. ഈ ചേച്ചിയോടും പേഴ്സണലി താല്പര്യമില്ല. അപ്പോൾ ഒരു ദിവസം രാഗി ചേച്ചി വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആന്റണി അവരെന്തോ ഭക്ഷണം വെച്ചു കൊടുക്കുന്നുണ്ട്, ഇന്നത്തോടെ എല്ലാത്തിന്റെ ശല്യം തീർക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിക്ക് പേടിയായിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആന്റണി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഭക്ഷണം കൊടുക്കുന്ന ആളുടെ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പുള്ളിക്കാരുടെ നമ്പർ ഒന്ന് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തോ കിട്ടു കൊടുക്കുന്നുണ്ടെന്ന് നമ്മളിങ്ങനെ അറിഞ്ഞു. അതിപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല, വിഷമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കറിയില്ല. ഇനിയിപ്പോൾ സപ്പോസ് പോയിസൺ ആണെങ്കിൽ അത് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ബോഡി എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യും. നമ്മൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും, നിങ്ങൾക്കെതിരെ 5 വർഷം വരെ ഇതിൻ്റെ ശിക്ഷയൊക്കെ കിട്ടാം. തീർച്ചയായിട്ടും നമ്മൾ അതിന് മൂവ് ചെയ്യും. ഞാൻ ഈ പറയുന്നത് നിയമമാണ്. ഇത് പറഞ്ഞ് നമ്മൾ ഫോൺ അവസാനിപ്പിച്ചു. ഈ കോൾ കഴിഞ്ഞ ഉടനെ ഈ സ്ത്രീ, ഈ പുള്ളിക്കാരി പോയിട്ട് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു. ആന്റണി അഭിജിത്ത് വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട്. അന്ന് രാത്രി എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിറ്റേന്ന് 10 മണിക്ക് സ്റ്റേഷനിൽ വന്നെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു, 10 മണിക്ക് വന്നു. ഒരു 10 അപ്പോൾ അവരും വന്നിരുന്നു. അവരുടെ അമ്മമാര്, കുട്ടികൾ എല്ലാവരും കൂടി ചേർന്ന് വന്നു. ഒരു 10:15 വരെ ഞാൻ വെയിറ്റ് ചെയ്തു. എനിക്ക് തിരക്കുണ്ടായിരുന്നു വന്നു. അപ്പോൾ ഒരു പോലീസുകാരൻ മുന്നിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടാവും സ്റ്റേഷനിൽ പുറത്തേക്ക്. അപ്പോൾ ഞാൻ ആളോട് ചെന്നു, സാറേ എനിക്ക് പോകേണ്ട തിരക്കുണ്ട്, 10:15 എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് എന്താ പരാതി എന്താന്ന് ചോദിച്ചു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു തെറ്റായ പരാതിയുടെ പുറത്താണ് എൻ്റെ സമയം കളഞ്ഞ് ഞാൻ അവിടെ വന്നേക്കുന്നത്. ഞാൻ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ഞാൻ പറഞ്ഞത് നിയമമാണ്. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് ആളോട് പറഞ്ഞു, സാറേ ഞാൻ പരാതിക്കാരനല്ല, എനിക്കെതിരെയാണ് പരാതി കൊടുത്തേക്കുന്നത്, ഞാൻ ഏതോ സ്ത്രീയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നു പറഞ്ഞു. ഇത് ചിരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ബോഡി ലാംഗ്വേജ് ഞാൻ അവിടെ ചിരിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട്, നിന്റെ ചിരി ഭയങ്കര കൂടുതലാണല്ലോ, നീ ഭയങ്കര ചിരിക്കാരനാണോ, നിന്റെ ചിരി നമുക്ക് നിർത്താന്ന് പറഞ്ഞിട്ട് എന്നെ നേരെ വിളിച്ചിട്ട് ലോക്കപ്പിനടുത്ത് കൊണ്ട് നിർത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അവിടെ 2 ചെയർ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നിന്നുള്ള സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ, വേണ്ട നീ ഇരിക്കണ്ട, നീ നിന്നാൽ മതി എന്ന് പറഞ്ഞു. ഒരുമാതിരി എന്നെ പണിഷ് ചെയ്യുന്ന പോലെ. അപ്പോൾ ഞാൻ ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എന്നെ പണിഷ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കില്ല, ഞാനൊരു കുറ്റം ചെയ്തിട്ട് തെളിഞ്ഞിട്ടില്ല, ഒരു കേസിന്റെ പുറത്ത് തന്നെ വിളിച്ച് വരുത്തിയേക്കുന്നതല്ല, ഇങ്ങനൊരു ആരോപണം ഉണ്ടായിരുന്നു, അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തി. ഞാനിവിടെ നിൽക്കേണ്ട കാര്യമില്ല, ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നു. അപ്പോൾ ചെയർ തട്ടി മാറ്റി. അപ്പോൾ ഇതിനിടയിൽ ഞാൻ എന്നിങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ട കാര്യം എന്താ, ഞാനൊരു കോമൺ മാൻ അല്ലേ, നിങ്ങളുടെ മുന്നിൽ ഞാനൊരു കൊലപാതകമൊന്നും അല്ലല്ലോ. ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴേക്കും ആ സൈഡിലൂടെ പോയ ഒരു പോലീസുകാരൻ എന്നോട് തെറി പറഞ്ഞു. എന്നെ തെറി വിളിച്ചു, നല്ല ആൾ എന്നോട് തെറി പറഞ്ഞു. തെറി പറഞ്ഞ ഉടനെ തന്നെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തു, എന്നോട് എന്തിന് ഇങ്ങനെ സംസാരിക്കണം, എനിക്ക് ആളുടെ പേരറിയില്ല, ആള് കളർ യൂണിഫോമിലല്ലായിരുന്നു, എന്നെ എന്തിനെ തെറി വിളിക്കണം, നിങ്ങൾ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ഞാൻ നല്ല രീതിയിൽ ഞാൻ ചോദിച്ചു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെയല്ലല്ലോ നോർമലി ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പൊളൈറ്റ് ആയിട്ട് നിൽക്കണം, അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക, ശബ്ദം ഉയർത്തി സംസാരിക്കുക, ഇതൊന്നും പൊതുവെ പാടില്ല. സത്യം പറഞ്ഞാൽ ഞാനും ആദ്യമായിട്ടൊരു പോലീസ് സ്റ്റേഷനിൽ കയറുമ്പോൾ ഇങ്ങനെയാണ്. പക്ഷെ ഇത് നമുക്ക് സ്ഥിരം പണിയായി. ആനിമൽ ക്രൂവൽറ്റി ഒരുപാട് സ്റ്റേഷനിൽ കയറുന്നതുകൊണ്ട് ആ ഒരു ലാഘവത്തോടെയാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ സംസാരിച്ചത്. നമ്മൾ ഒരു താഴ്ന്നു നിന്നില്ല. എൻ്റെ ഭാവം ശരിയാണ്. തെറി പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി ഞാൻ റെസ്പോൺസ് നടത്തിയത് ഇഷ്ടപ്പെട്ടില്ല. നേരെ ഒരു പോലീസുകാരൻ, അവിടെ പാറാവിൽ എന്ന് വെച്ച പോലീസുകാരൻ, ആൾ യൂണിഫോമിലായിരുന്നു, പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ആളെ എൻ്റെ കൈ പിടിച്ച് തിരിച്ചിട്ട് നേരെ വീണ്ടും ലോക്കപ്പിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തി. നീ അവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഇരിക്കും, ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തറയിലിരുന്നു. ലാസ്റ്റ് പിന്നീട് നമ്മളെ SHOയും പരാതിക്കാരെയും എന്നെ വിളിച്ചു വരുത്തി. പരാതിക്കാരികൾ പറഞ്ഞത് മുഴുവനും SHO കേട്ടു. അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പട്ടികളെ കൊണ്ട് ഭയങ്കര ശല്യമാണ്, ഞങ്ങൾക്ക് കുട്ടികളുണ്ട്, കണ്ടില്ലേ കുട്ടികൾ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പട്ടികൾ ടെറസിൽ കിടക്കുന്നു, ഞങ്ങൾ ഉപദ്രവിക്കാറൊന്നുമില്ല, ഞങ്ങൾ കല്ലെടുത്തെറിയാറുണ്ട്, ശോശമെന്ന് പോകാൻ വേണ്ടി പറയാറുണ്ട്, അല്ലാണ്ട് വേദനിപ്പിച്ചിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കുറേ കാര്യങ്ങൾ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവരുടെ സൈഡ് മുഴുവനും SHO കേട്ടു. എന്നെ അവിടെ നിർത്തിയേക്കാണ്. എനിക്കറിയില്ല, അതും ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിലെ ചിലപ്പോൾ രീതികളായിരിക്കും. പരാതിക്കാരികൾ നിൽക്കുക, ആരോപണം ആർക്കെതിരെയാണ് ഉന്നയിക്കപ്പെട്ടേക്കുന്നത് അവർ നിൽക്കുക, സ്ത്രീകൾ
സ്ത്രീകളാണ് പരാതി തന്നേക്കുന്നത്, അവർ സ്ത്രീകളാണ്, അവർക്ക് നീ പറഞ്ഞ ചിലപ്പോൾ ഭീഷണിയായിട്ട് തോന്നിയിട്ടുണ്ടാവാം. ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ഇവരിങ്ങനെ ഒരു സംഭവം നടത്താൻ പോയപ്പോൾ അത് വിഷമാണെങ്കിൽ അത് ചെയ്യരുത്, ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് കേസ് കൊടുക്കും, ശിക്ഷാ നടപടികൾ വാങ്ങിത്തരാൻ നമ്മൾ ചെയ്യും, വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഇതൊരിക്കലും ഒരു ഭീഷണിയല്ല. ഒരാളെ കൊല്ലാൻ പോകുന്നു അല്ലെങ്കിൽ തല്ലാൻ പോകുന്നു, ആ നേരത്ത് ഞാൻ വിളിച്ച് പോലീസ് കംപ്ലൈന്റ് കൊടുക്കണം, പകരം ഞാൻ കയറി ഇടപെട്ട് തടയരുതെന്ന് പറയുന്നത് തുല്യമായിട്ടുള്ള കാര്യം എന്നോട് പറയും. നീ എന്തിനാ ഇതിനകത്ത് ഇടപെട്ടത്? നിനക്ക് വിളിക്കാൻ ഒരു സ്ത്രീയെ ഒരാൾക്ക് വിളിക്കാനുള്ള റൈറ്റ് ഇല്ല, നമ്പർ കിട്ടിയാൽ വിളിക്കാനുള്ള റൈറ്റ് ഇല്ല. നിനക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നീ പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് തരണം. അവർ പോയിസൺ എന്ത് വേണേലും കൊടുത്തു കഴിഞ്ഞാൽ പോലും നീ പോലീസ് സ്റ്റേഷനിലാണ് കംപ്ലൈന്റ് ചെയ്യേണ്ടത്, അല്ലാണ്ട് നീ വിളിച്ചിട്ട് അവരോട് നിയമം പറയേണ്ട റൈറ്റ് ഒന്നും നിനക്കില്ല. അതൊന്ന് ആലോചിച്ച് നോക്കി. ആ രാത്രി ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞോടെ വിഷം വെക്കാൻ എന്തോ നിങ്ങൾ പോയി നോക്കാൻ പറഞ്ഞു, ഒരിക്കലും പോവില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ നിയമം ഇവർ ചെയ്യാത്തതിന്റെ പേരിലാണ് നമ്മൾ വിളിച്ച് പറയേണ്ടി വരുന്നത്. ഈ ഡോഗുകള് വിഷം കഴിച്ച് മരിച്ചതിന് ശേഷം ഞാൻ പിറ്റേന്ന് രാവിലെ പോയിട്ട് ഞാൻ ഒരു പരാതി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. എന്നിട്ട് പോലും ഇവര് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നില്ല.